ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിവാദവും ചർച്ചയും കൂടുതൽ സജീവമായി വരികയാണ്. ഇതിപ്പോഴത്തെ നിയമസഭയ്ക്ക് മുന്നിലുള്ള ദൃശ്യങ്ങളാണിത്. യുവമോർച്ചയുടെ പ്രതിഷേധ മാർച്ച്, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള പ്രതിഷേധ മാർച്ചാണ്. മാർച്ച് നേരെ പോലീസ് നടപടി ഉണ്ടാകുന്നു. ജലപീരങ്കി പ്രയോഗിച്ച ഒരു സംഘർഷാന്തരീക്ഷം നിയമസഭയ്ക്ക് മുന്നിൽ രൂപപ്പെടുകയാണ്. നിയമസഭയിലേക്കുള്ള യുവമോർച്ച മാർച്ചിൽ സംഘർഷം. വനിതാ പ്രവർത്തകർക്ക് പരിക്കേറ്റു എന്ന പുതിയ വിവരം കൂടി ഇപ്പോൾ സ്റ്റെഫിൻ പങ്കുവയ്ക്കുന്നുണ്ട്. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ബാരിക്കേഡുകൾ മറിച്ചിടാൻ പ്രവർത്തകർ ശ്രമിക്കുന്നു. പ്രകോപനപരമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. സ്റ്റെഫിൻ, വനിതാ പ്രവർത്തകർക്ക് പരിക്കേറ്റതടക്കം എന്തൊക്കെ വിവരങ്ങൾ? രതീഷ്, തികച്ചും സംഘർഷഭരിതമായ അവസ്ഥയാണ് ഇപ്പോൾ നിയമസഭയ്ക്ക് മുന്നിലുള്ളത്. നേരത്തെ പ്രഖ്യാപിച്ചതുപോലെ തന്നെ യുവമോർച്ചയുടെ മാർച്ച് ഇങ്ങോട്ടേക്ക് ഇപ്പോൾ ഒരു പ്രവർത്തകനെ ഗുരുതരമായി പരിക്ക് പറ്റിയ ആ പ്രവർത്തകനെ ഇപ്പോൾ കൂട്ടിക്കൊണ്ടു പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. അദ്ദേഹത്തെ റോഡിൽ കിടത്തിയിരിക്കുന്ന കാഴ്ചയാണുള്ളത്. ഒപ്പം തന്നെ ഒരു വനിതാ പ്രവർത്തകയ്ക്ക് നേരെ പരിക്കേറ്റിരുന്നു. ജലപീരങ്കി പ്രയോഗിച്ച് നിലതെറ്റി ആ വനിതാ പ്രവർത്തകർ താഴെ വീണ ഒരു സ്ഥിതി ഉണ്ടായി. ഒപ്പം തന്നെ വലിയ പ്രതിഷേധം ഇപ്പോഴും സ്ഥലത്ത് നിലനിൽക്കുന്നു. പോലീസ് 3 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. പാളയം രക്തസാക്ഷി മണ്ഡപത്തിന്റെ ഭാഗത്ത് നിന്നാണ് ഈ പ്രതിഷേധവുമായി ഏതാണ്ട് 100-ലേറെ പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് എത്തിയത്. ബാരിക്കേഡ് തള്ളിമാറ്റാനുള്ള ശ്രമം പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. ബാരിക്കേഡിന് മുകളിൽ ഇപ്പോഴും പ്രവർത്തകർ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിലത്ത് വീണ പ്രവർത്തകനെ ആശുപത്രിയിലേക്ക് മാറ്റുന്ന കാഴ്ചകളാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ്. നടക്കാൻ പോലും ബുദ്ധിമുട്ടുണ്ട്. ഒപ്പം മറ്റ് ഒരുപാട് വനിതാ പ്രവർത്തകർക്കും പരിക്കേറ്റിട്ടുണ്ട്. ഒരു പ്രവർത്തക തറയിൽ തലയിടിച്ച് വീഴുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു. ഇപ്പോഴും പ്രവർത്തകർ പിരിഞ്ഞു പോകുന്നതിന് വേണ്ടി തയ്യാറായിട്ടില്ല. ജലപീരങ്കി 4-5 തവണ പ്രയോഗിച്ചെങ്കിൽ പോലും ആ ബാരിക്കേഡിന് മുന്നിൽ ഇപ്പോഴും നിലയുറപ്പിച്ചിരിക്കുകയാണ്. വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. ഒരുപാട് പ്രവർത്തകരുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസിന് ഇവരെ നിയന്ത്രിക്കുന്നതും വലിയ ശ്രമകരമായ കാര്യമാണ്. ഈ ബാരിക്കേഡ് തള്ളി മറിക്കാനുള്ള ശ്രമം പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഇപ്പോഴും നടക്കുന്നു. വീണ്ടും ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുകയാണ്. ആ ജലപീരങ്കി 5 തവണ പ്രയോഗിച്ചെങ്കിൽ പോലും പിരിഞ്ഞു പോകാൻ ഇതുവരെയും പ്രവർത്തകർ തയ്യാറായിട്ടില്ല. ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കൃത്യമായൊരു അന്വേഷണം നടത്തണം. അതോടൊപ്പം ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതിപട്ടികയിലുള്ള അല്ലെങ്കിൽ ഇപ്പോൾ ജയിലിൽ കഴിയുന്ന CPM നേതാക്കളെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ കുറ്റപത്രം നൽകാത്തത് എന്നടക്കമുള്ള ആരോപണങ്ങളാണ് ഉയർത്തുന്നത്. നേരത്തെ പ്രതിപക്ഷ നേതാവ് കണ്ടപ്പോഴും ആ ആരോപണങ്ങൾ പറഞ്ഞിരുന്നു. യുവമോർച്ചയും അതോടൊപ്പം തന്നെ BJPയും അതേ ആരോപണം തന്നെ ഉയർത്തുന്നു. അങ്ങനെ ഉയർത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഈ വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. തുടർച്ചയായിട്ടുള്ള ജലപീരങ്കി പ്രയോഗത്തിലും പ്രവർത്തകർ പിരിഞ്ഞു പോകുന്നതിന് വേണ്ടി തയ്യാറായിട്ടില്ല. ഇപ്പോഴും ആ ബാരിക്കേഡിന് മുന്നിൽ നിലയുറപ്പിച്ചുകൊണ്ട് വലിയ രീതിയിൽ പ്രതിഷേധം ഉയർത്തുന്ന കാഴ്ചകളാണ് നിയമസഭയ്ക്ക് മുന്നിൽ നിന്ന് കാണാൻ കഴിയുന്നത്. സംഘർഷഭരിതമാണ് നിയമസഭ. ഇതിപ്പോൾ നിയമസഭയ്ക്കുള്ളിൽ ശബരിമല സ്വർണ്ണക്കൊള്ള ആരോപിച്ചുകൊണ്ട് പ്രതിപക്ഷാംഗങ്ങൾ സ്പീക്കർ ഡയസിന് മുകളിലേക്ക് വരെ കയറുന്ന സ്ഥിതിയുണ്ടായി. സഭ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം പുറത്തേക്ക് വന്നു. സർക്കാരിനെതിരെ രൂക്ഷമായ ആരോപണം ഉന്നയിക്കുന്നു. അതിന് പിന്നാലെ ഇപ്പോഴത്തെ നിയമസഭാ കവാടത്തിന് മുന്നിൽ യുവമോർച്ച പ്രവർത്തകരുടെ വലിയ പ്രതിഷേധമാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാട് സർക്കാർ സ്വീകരിക്കുന്നു എന്നാരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ യുവമോർച്ച പ്രവർത്തകർ നിയമസഭയിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. ഒരു 5 റൗണ്ടെങ്കിലും ജലപീരങ്കി പ്രയോഗിച്ചുകൊണ്ടാണ് സ്റ്റെഫിൻ റിപ്പോർട്ട് ചെയ്യുന്നത്. ജലപീരങ്കി പ്രയോഗം ഇപ്പോഴും തുടരുന്നു. നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റു. അതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ നേരത്തെ കണ്ടതാണ്. ജലപീരങ്കി പ്രയോഗത്തിൽ തലയിടിച്ച് താഴെ വീണ ഒരു വനിതാ പ്രവർത്തകയ്ക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. മറ്റൊരാൾക്ക് ഗൗരവമുള്ള പരിക്ക് പറ്റിയെന്നാണ് നേരത്തെ സ്റ്റെഫിൻ നൽകിയ വിവരം. ജലപീരങ്കി പ്രയോഗം തുടരുകയാണ്. സംഘർഷഭരിതമായ അന്തരീക്ഷമാണ്. ബാരിക്കേഡിന്റെ മറുഭാഗത്ത് പോലീസും ഒരു ഭാഗത്ത് പ്രവർത്തകരും തമ്പടിച്ചിരിക്കുന്നു, നിലയുറപ്പിച്ചിരിക്കുന്നു. സംഘർഷഭരിതമായ സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് വീണ്ടും കൂടുതൽ സജീവമാക്കുകയാണ്. ചർച്ചകളിലേക്ക് എത്തിക്കുകയാണ് പ്രതിപക്ഷ സംഘടനകൾ. നേരത്തെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് കോൺഗ്രസ് UDFന്റെ ഭാഗത്ത് നിന്ന് സഭയ്ക്കുള്ളിൽ വിഷയം ഉന്നയിച്ചു. അതിനുശേഷം സഭാ കവാടത്തിൽ സഭ ബഹിഷ്കരിച്ചെത്തി പ്രതിഷേധ മുദ്രാവാക്യം മുഴക്കി. അതിനുശേഷം പ്രതിപക്ഷ പ്രതികരണങ്ങളുണ്ടായി. അതിന് പിന്നാലെ ഇപ്പോൾ സഭയ്ക്ക് സമീപത്തേക്ക് യുവമോർച്ചയുടെ പ്രതിഷേധ മാർച്ച് എത്തിയിരിക്കുകയാണ്.